Good morning. Greetings in Jesus' name. നമ്മൾ റോമൻസ് ചാപ്റ്റർ 14 അതിൻ്റെ 17 പറയുന്നൊരു കാര്യമുണ്ട്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കിങ്ഡം ഓഫ് ഗോഡ്. നമ്മളിപ്പോൾ ദൈവരാജ്യത്തിലാണ് കേട്ടോ, സ്വർഗരാജ്യത്തിലല്ല, ദൈവരാജ്യത്തിൽ. ഭൂമിയിൽ യേശുക്രിസ്തു വന്ന് ദൈവരാജ്യം സ്ഥാപിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടി കർത്താവ് ഉയർത്തിയിട്ട് പോയി പരിശുദ്ധാത്മാവിനെ തന്ന് ഇവിടെ ദൈവരാജ്യം സ്ഥാപിച്ചു. നമ്മളിപ്പോൾ ആ ദൈവരാജ്യത്തിലാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം മൂന്നാർ അല്ലെങ്കിൽ കൊടൈക്കനാലൊക്കെ പോകണമെങ്കിൽ അവിടുത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ തണുപ്പാണ്. അതിനുവേണ്ടി ആൾക്കാർ അവിടെ പോകുന്നത് അല്ലേ. എന്നാൽ ഒരു ഡെസേർട്ടിൽ പോകുകയാണെങ്കിൽ അവിടെ ചൂടല്ല. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ കൊടൈക്കനാലിൽ ചെന്നിട്ട് അല്ലെങ്കിൽ മൂന്നാർ നല്ല തണുപ്പുള്ള സമയത്ത് ചെന്നിട്ട് നമുക്ക് തണുപ്പ് അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സംതിങ് ഇസ് റോങ് വിത്ത് അസ്. അതതിൻ്റെ അർത്ഥം. എന്തോ എവിടെയോ തെറ്റിക്കിടക്കുക. എന്തെങ്കിലും നമ്മുടെ ആരോഗ്യത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ എന്തെങ്കിലും വിഷയമായിരിക്കും, അല്ലെങ്കിൽ ബോഡിയിൽ എന്തെങ്കിലുമുള്ള ചേഞ്ചസ് ആയിരിക്കും. എന്ന് പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിക്കുന്നില്ല എങ്കിൽ ഓർത്തോണം ദെയർ ഇസ് സംതിങ് റോങ്. കാരണം ദൈവരാജ്യത്തിൻ്റെ ഒരു അനുഭവമുണ്ട്. അത് വ്യക്തമായിട്ട് റോമാലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. റോമർ 14:17. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല. അപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ തിങ്സിലല്ല. ഭക്ഷണവും പാനീയവുമല്ല എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ, അല്ലെങ്കിൽ തൊടാവുന്ന കാണാവുന്ന കാര്യങ്ങളിലല്ല. പിന്നെ പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും. നീതി, ദൈവത്തിൻ്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷം. ഇപ്പോൾ ദൈവരാജ്യത്തിലാണ് നമ്മൾ പറയുന്നത് ഞാൻ ക്രിസ്ത്യനാണ്, ഞാൻ ജനിച്ചത് വളർത്തപ്പെട്ട ക്രിസ്ത്യൻ കുടുംബത്തിലാണ്, ഞാൻ എല്ലാം ചെറുപ്പം മുതലേ എല്ലാം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്, എല്ലാം പാലിച്ചിട്ടുണ്ട്, എനിക്ക് ലഭിക്കേണ്ടതൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ അതിൻ്റെ ഫ്രൂട്ട് എന്താ? അതിൻ്റെ ഫ്രൂട്ട് ഈ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു റിയൽ ക്രിസ്ത്യൻ ആണെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിലാണ് അല്ലേ, ദൈവരാജ്യത്തിലെ മെമ്പേഴ്സാണ്. നമ്മൾ ലോകരാജ്യത്തിലല്ല, അവിടെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് മാറ്റപ്പെട്ടു. അവിടെ യേശുക്രിസ്തുവാണ് രാജാവ്, യേശുക്രിസ്തുവാണ് റൂളർ. ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നതാണ് നീതി, സമാധാനം, പരിശുദ്ധമുള്ള സന്തോഷം. ഇനി എൻ്റെ ചോദ്യം, നമ്മൾ ദൈവമക്കളാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെന്ന് പറയുന്നു, ദൈവരാജ്യത്തിലാണെന്ന് പറയുന്നു, ജനിച്ച് വളർത്തപ്പെട്ട ക്രിസ്ത്യൻ കുടുംബത്തിലാണെന്ന് പറയപ്പെടുന്നു, നമ്മൾ എത്ര പേര് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ 3 കാര്യങ്ങൾ: നീതി, സമാധാനം. നീതി എന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ നീതീകരിച്ചു. അതിൻ്റെ ഫലമായി നമുക്ക് ദൈവത്തിൻ്റെ ആ നീതീകരിക്കപ്പെട്ട സ്വഭാവം നമ്മളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഗോഡ്സ് ഓൺ ക്യാരക്ടർ നമ്മളിലേക്ക് സ്ലോലി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അതിൽ നമ്മൾ പാർട്ടേക്ക് ചെയ്യുക, അതിൽ പങ്കുകാരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ സ്വഭാവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ നീതി നമ്മളോട്ട് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവമാണ് പരിശുദ്ധാത്മാവുള്ള സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും. ഈ ലോകപ്രകാരമുള്ള സമാധാന സന്തോഷമല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും എന്തെങ്കിലും ഈ ലോകത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും, ഒരു സന്തോഷം കിട്ടും. അതല്ല. സോറി, അലർജിയാണ്, വേറെ ഒന്നും പേടിക്കണ്ട. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അനുഭവം, നമ്മുടെ എക്സ്പീരിയൻസ് ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്, നമ്മുടെ എക്സ്പീരിയൻസ് ഇതുണ്ടോ? അതോ എപ്പോഴും നമ്മൾ വറീഡാണോ, ആങ്ഷ്യസ് ആണോ, ടെൻസ്ഡ് ആണോ, അല്ലെങ്കിൽ എന്തൊരു ചെറിയ കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ? ഇങ്ങനെയാണോ? ആണ് റോമാലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, 8-ാമത്താണെന്ന് തോന്നുന്നു. ദ മൈൻഡ് കൺട്രോൾ ബൈ ദ സ്പിരിറ്റ് ഈസ് ലൈഫ് ആൻഡ് പീസ്. മൈൻഡ്, നമ്മുടെ മനസ്സ്, കൺട്രോൾ ബൈ ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന മനസ്സ് ജീവനും സമാധാനവുമാണ്. അതേസമയം ദ മൈൻഡ് കൺട്രോൾ ബൈ ദ ഫ്ലഷ് ഈസ് ഡെത്ത്. നമ്മുടെ മനസ്സിനെപ്പോഴും നമ്മുടെ ജഡമാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ജഡചിന്തകളാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ, ദാറ്റ് ഈസ് ഡെത്ത്. ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസമാധാനം, വറീസ്, ടെൻഷൻസ്, ആശങ്കകൾ, ഇതല്ല. നമ്മളൊന്ന് ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്
നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അസസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും 2 നല്ല കാര്യങ്ങളായത്. നമ്മുടെ മനസ്സ് എപ്പോഴും എങ്ങനെയാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താ, നമ്മുടെ ഹൃദയത്തിൽ സമാധാനമാണോ, ദൈവിക സമാധാനം കേട്ടോ, അല്ലാതെ നമ്മുടെ മക്കളുടെ നന്മ കണ്ടും നമ്മുടെ സമ്പത്ത് കണ്ടും നമ്മുടെ ബിസിനസ് ഫ്ലറിഷ് ചെയ്യുന്ന കണ്ടുള്ള സമാധാനമല്ല. കാരണം അതൊക്കെ അതിനെന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സമാധാനം നഷ്ടപ്പെടും. അപ്പം അതല്ല, നമുക്ക് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും ഇത് നമുക്ക് അവകാശപ്പെടാൻ പറ്റുമോ, നമ്മളിത് അനുഭവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ ദൈവരാജ്യത്തിലാണെന്ന് എങ്ങനെ പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ മണിക്കൂറുകളിൽ പ്രാർത്ഥിച്ചാലും ശരി, ബൈബിൾ വായിച്ചാലും ശരി, ഫാസ്റ്റ് ചെയ്താലും ശരി, ആ മൊമെൻ്റ് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലോട്ട് പിന്നെയും ആകുലത വരിക, ടെൻഷൻ വരിക, ഭയം വരിക, അല്ലെങ്കിൽ വറീസ് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ദൈവരാജ്യത്തിലാണെന്നാണോ? കാരണം ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ ലോകരാജ്യത്തിൻ്റെ അനുഭവത്തിലോട്ട് മാറ്റപ്പെടുക. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങൾ മെയിൻലി ഉണ്ടാവും. ഒന്ന് നീതി, ദൈവം നമ്മളെ നീതീകരിച്ചു. ഇപ്പം നമുക്ക് ആ ദൈവത്തിൻ്റെ നീതീകരിക്കപ്പെട്ട സ്വഭാവം നമ്മളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഒറ്റയടിക്കില്ല കേട്ടോ, പരിശുദ്ധാത്മ നമ്മളതിൽ പങ്കുകാരാക്കും. എത്രത്തോളം എന്നറിയോ? നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്ന അത്രത്തോളം, നമ്മൾ എത്രത്തോളം അവൈലബിൾ ആകുന്ന അത്രത്തോളം, അതിനപ്പുറത്തോട്ട് പോകത്തില്ല കേട്ടോ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് ദാഹിക്കുന്ന ഏവരെൻ്റെ പക്കൽ വരട്ടെ. നമ്മുടെ ദാഹത്തിനനുസരിച്ചേ കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ 1 ഗ്ലാസ് കുടിച്ചിട്ട് ഞാൻ പറയാം മതി, ഓക്കെ, ഇനഫ്. എനിക്കൊരു കുപ്പി പോരാ, 2 കുപ്പി പോരാ, എത്ര കുടിച്ചാലും എൻ്റെ ദാഹം തീരുന്നില്ല എങ്കിലോ അതനുസരിച്ച് നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഭക്ഷണവും പാനീയവുമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഈ പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം, സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഒരു ദൈവത്തിലാണെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെന്നും പറയാൻ പറ്റത്തില്ല. കാരണം ദ മൈൻഡ് കൺട്രോൾ ബൈ ദ സ്പിരിറ്റ് ഈസ് ലൈഫ് ആൻഡ് പീസ്. നമ്മുടെ മനസ്സ് പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെടുകയാണെങ്കിൽ അവിടെ ജീവനും സമാധാനം. നേരെ മറിച്ച് ആശങ്കകളും ടെൻഷനും ഭയമാണെങ്കിൽ ഓർത്തോണം, നമ്മുടെ മൈൻഡ് പരിശുദ്ധാത്മാവല്ല നിയന്ത്രിക്കുന്നത്, അവിടെ നമ്മുടെ ജഡത്തിൽ കൂടെ പിശാച. ഒത്തിരി ശരി, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദാഹിക്കുക, ആഗ്രഹിക്കുക, അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് സഹായിക്കും, ഉറപ്പാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.